ഇനി നമ്മളെ TMC ഉസ്താദിനെ എടുത്തോളി. TMC ഉസ്താദ് എന്ന് പറയുന്ന മഹാൻ മർക്കസിലെ അധ്യാപകനായിരുന്നു, മുദരിസായിരുന്നു, വലിയ പ്രഭാഷകനായിരുന്നു. അവരെ ഇവർ പുറത്താക്കി, അവർക്കെതിരെ രംഗത്ത് വന്നു. അവർ പഴച്ചവനാണെന്ന് പറഞ്ഞു, നിസ്കാരം നോമ്പും വരെ ഇല്ലാത്തവനാണെന്ന് പറഞ്ഞു. എന്താ ഒരൊറ്റ കാരണം? ഒരു മഹാനായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളത്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അന്ന് പറഞ്ഞ ആ വാക്കൊന്ന് കേട്ടു നോക്കി. നടക്കുന്നു. പിന്നെ അതേപോലെ മുക്കത്തുകാരൻ TMC എന്ന് പറയുന്ന മനുഷ്യൻ കൊണ്ടുവന്ന ഒരു തരീഖത്ത്, അത് മീനങ്ങാടി സ്വദേശി സുലൈമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആത്മീയ, അയാൾ ശൈഖായതാണ്. അയാളുടെ അനുയായിയായി മുരീദായി നേരത്തെ ദർശൊക്കെ നടത്തിയിരുന്ന നല്ല സജീവ പ്രവർത്തകനും അതുപോലെ തന്നെ നല്ല പ്രസംഗനൊക്കെ ആയിരുന്ന ഒരു വ്യക്തി, TMC എന്ന് പറയുന്ന വ്യക്തി ഈ തരീഖത്തിൽപ്പെട്ടു. നിസ്കാരവും നോമ്പും എല്ലാം നിർത്തിവെച്ചു. ഈ ശൈഖിന്റെ പിന്നാലെ കൂടി. അതെല്ലാം ഇപ്പൊ അസ്തമിച്ചു പോയി. പിന്നെ അതുപോലെ മറ്റൊരു തരീഖത്താണ് സാമിയുടെ തരീഖത്ത്. ആകെ മനസ്സിലാച്ചാൽ മതി, അതിന്റെ ഉദയം തന്നെ ഇവിടെ നടക്കണുള്ളൂ. എന്താ പറഞ്ഞു? അസ്തമിച്ചു പോയി. പറഞ്ഞാൽ അസ്തമിച്ചു പോയി. മുശാവറ ഇരുന്നിട്ടൊരേ കാര്യമില്ല, കേൾക്കൂല എന്ന് പറഞ്ഞു. പറയിപ്പിക്കേണ്ട വാക്യം എന്നെ കൊണ്ട് ഇവനാണ് തീരുമാനിക്കല. അസ്തമിച്ചു പോയി. എന്തൊക്കെ ആയി? അതിലെന്താ പറഞ്ഞ്? TMC ഉസ്താദിനെ കുറിച്ചാ പറഞ്ഞ്, അവര് പോയിരിക്കുന്ന ഹദറത്തിനെ കുറിച്ചാ പറഞ്ഞത്. എന്നിട്ട് എന്തായാലും കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇത് വ്യാജമാണ്, പോയിരുന്നത് കൊണ്ട് TMC ഉസ്താദ് പയച്ചുപോയി. ആ TMC ഉസ്താദ് വഫാത്തായപ്പോ അവിടെ ആദ്യം ഓടി വന്നതാരാ? അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം. ആരാ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്? ചെറിയ പി ഉസ്താദ്. ഈ പേച്ചു എന്ന് പറഞ്ഞ ഏത് അടിസ്ഥാനത്തിൽ? എത്ര വർഷം മുമ്പ് പറഞ്ഞിരുന്ന? എത്രയോ വർഷം മുമ്പ് ചെമ്മാടയാള് ദർശനത്തുമ്പോ അന്ന് പ്രസംഗിച്ചതാണ്. അതിന്റെ ആദ്യകാലത്ത് ഈ CD 3 വാള്യുണ്ട്. അയാൾക്ക് എൻ്റെ അടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ പറയാത്തൊരു വലിയുമില്ല, എല്ലാവരും അതിൽ പറഞ്ഞു. TMC ഉസ്താദ് ഏതൊരു ഹദറത്തിൽ ഏതൊരു സന്നിധിയിൽ പോയി പഴച്ചു എന്നിവർ പറഞ്ഞു, അതേ ഹദറത്തിലാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോയിരുന്ന ഫോട്ടോ നമ്മൾ പുറത്തുവിട്ടത്. ആ ഫോട്ടോ എല്ലാം കൂടി നമുക്കൊന്ന് കാണാം. ഒന്ന് പുതിയത് വെച്ചു കൊടുക്കും ചെയ്യാം. നിങ്ങൾ നോക്ക്, എവിടേക്കാണ് നിങ്ങൾ ഈ സമുദായത്തെ കൊണ്ട് ആളുകളെ വരെ വിശ്വസിക്കണ്ടെന്നാ ഞാൻ പറയുന്നത്. ഇവര് പേച്ചതാണെന്നൊക്കെ പറഞ്ഞ് പല സമസ്തന്റെ വലിയ മുഫ്തിയും വലിയ ആളാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അയാളാണല്ലോ പറഞ്ഞ് അവിടെ പോയിട്ട് TMC ഉസ്താദ് പേച്ചു. അതേ ഹദറത്തിൽ ഈ അടുത്ത കാലം വരെ 45 കൊല്ലത്തെ തുടർച്ചയായുള്ള ബന്ധം. ആര്? നിങ്ങളുടെ സമസ്തയുടെ ഏറ്റവും വലിയ നേതാക്കൾ. ഇതൊക്കെ ആളുകൾക്ക് ദൃഷ്ടാന്തമാണ്. ഓരോന്നിങ്ങനെ വന്നോട്ടെ. ആദ്യം ചെറിയ പി ഉസ്താദ് ഇരിക്കുന്ന വന്നോട്ടെ. ചെറിയ പി ഉസ്താദ് ആ ഹദറത്തിൽ പോയിരിക്കുകയാണ്. എത്ര വിനയാനിതനായി! ആ അവിടെ ഇരുത്തത്തിൽ മാറ്റല്ല, അത് രാജകീയ പ്രൗഢിയിലുള്ള ഇരുത്ത. അത് ഹൽക്ക് മാറുന്നതുകൊണ്ട് മാറുന്ന സംഭവമല്ല. ഇനി അടുത്ത് കാണിക്ക്, നോക്ക്. ഇനി അപ്പുറത്താരായിരിക്കുന്നത്? ഗ്രാൻഡ് മുഫ്തി എന്ന് നിങ്ങൾ വിളിക്കുന്ന സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അതേ ഹദറത്തിൽ ചെന്നിരിക്കുകയാണ്. TMC ഉസ്താദ് ഇരുന്നത് കൊണ്ട് പിഴച്ചു എന്ന് നിങ്ങൾ ഏത് ഹദറത്തിനെ കുറിച്ചാണോ പറഞ്ഞത്, അതേ സന്നിധിയിൽ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇരിക്കുന്നു. മൂപ്പർക്ക് നിലത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ടൊരു കസാല ഇട്ടൂന്നേ ഉള്ളൂ, ബാക്കി അവിടെ എല്ലാവരും കണക്കാം അല്ലേ? ഇരുത്തം മാത്രമാണോ? ചെറിയ പി ഉസ്താദിന്റെ അടുക്ക് ആ സംസാരം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ അതാ അവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ പി ഉസ്താദ് ആലിംഗനം ചെയ്യുകയാണ്. പുറത്തൊരു കമീസ് കാണില്ലേ? അതാരാ? അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാ. എന്താ കയ്യില്? മുല്ലപ്പൂവാ. ആർക്കിട്ട് കൊടുക്കാനാ? നമ്മളെ ശൈഖുനാക്ക് ഇട്ട് കൊടുക്കാനാണ്.
അതവിടെ ഇരിക്കട്ടെ, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഒക്കെ വരാനുള്ളതാനി. അപ്പോ അതുകൊണ്ട് നിങ്ങൾ ചെറിയ ഉസ്താദിന്റെ രംഗം ഇനി അടുത്ത കാണിക്ക്. അതാ കാന്തപുരം ബക്കർ മുസ്ലിയാർ തന്നെ അവരെ ആലിംഗനം ചെയ്ത് എന്നെ നോക്കണം, മാരിഫത്ത് നൽകണം എന്നൊക്കെ പ്രത്യേകം പറയുന്ന രംഗങ്ങൾ ഇതുവരെ നമ്മൾ കാണിച്ചാണല്ലോ. നിങ്ങൾ ഈ എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ആളുകളൊന്നും വിശ്വസിക്കൂല. കാരണം എന്താ അറിയോ, ഞങ്ങൾ പരസ്യമായി കാന്തപുരം ബക്കർ മുസ്ലിയാർ ഹയാത്തിലുള്ള ഈ ദുനിയാവിൽ ഞങ്ങൾ ഇട്ടുകൊടുക്കല്ലേ. ആരെങ്കിലും ധൈര്യപ്പെടുവോ? സാക്ഷാൽ കാന്തപുരം ഹയാത്തിൽ അയാൾ പറയട്ടെ ഇത് എഡിറ്റാണ് പറഞ്ഞത് ഓർമ്മ ഉണ്ടോളൂ. വൈക്ക് വഴി വരും, 4-5 മണിക്കൂർ ഓരോ ദിവസത്തുണ്ട്. അതാ പറഞ്ഞ ഇത് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അന്ന് നിങ്ങൾ വന്നിരുന്നത് നിങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിനാണ്. ആളുകളോട് നിങ്ങൾ പറഞ്ഞു പോകാൻ പാടില്ല, നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ പോകുന്നു, എന്നിട്ട് നിങ്ങളെ മറച്ചു വെച്ച് പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കത് വ്യക്തമായി പറയേണ്ടി വന്നത്. ഇനി ആ നൃത്തത്തിൽ നിന്നുള്ള വേറെ ഒരു രംഗം കൂടി ഇന്ന് കാണിക്കാണ്. അവൻ കൂടി വെച്ചെടുക്കുമോനെ. എന്നാ അതാണ്ട് പൂർത്തിയായി, എഡിറ്റാണ്, പൂർത്തിയായിക്കോട്ടെ. അവൽതാക്കി കാണിച്ചോളൂ. കാന്തപുരം ബക്കർ മുസ്ലിയാരെ അന്ന് പ്രത്യേകം അനുഗ്രഹിക്കുന്ന ഭാഗമാണ്. അവരോട് റഹ്മത്ത് കാണിച്ചാൽ അവര് പ്രത്യേകമായി വാത്സല്യത്തോടെ പെരുമാറുന്ന രംഗങ്ങളാണ്. എത്രയുണ്ട്. ഇനി ഇവിടെ നിന്നിങ്ങോട്ട് നോക്കിയാൽ ഇതൊക്കെ കണ്ട് നല്ല സന്തോഷത്തിൽ ആളുകൾ വിഷയത്തിൽ നിന്ന് മാറുന്നവരുണ്ട്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച കാര്യത്തെ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ പുല്ല് വില പോലും കൊടുക്കാതെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞെങ്കിൽ ആ വ്യാജ ആലിമീങ്ങളെ ഈ ലോകത്ത് നിന്ന് തന്നെ ആദർശപരമായി ഞങ്ങൾ ഇരുത്തേണ്ടിടത്ത് ഇരുത്തുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. ഞങ്ങൾ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞു. ഞങ്ങൾക്കിപ്പോ അവർക്ക് തന്നെ ഫോട്ടോ വിട്ട് ക്രെഡിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് പറ്റിയ ആളുകളൊപ്പം കണ്ട് മടവൂർ ശൈഖുനാന്റെ ഒപ്പം ഇരിക്കണ ഫോട്ടോ ഉണ്ട്, വടകര ഓര കൂടെയുള്ള ഉണ്ട്, പെരുങ്ങത്തൂര് വാവലേർ പാപ്പ അടക്കമുള്ള അക്കാലത്തെ എല്ലാ ഉലിയാക്കന്മാരും കൂടെയുള്ള ഉണ്ട്. അതിൻ്റെ ഒക്കെ പുറമെ ആലിമീങ്ങളിൽ വലിയ ആലിമീങ്ങളായിരുന്ന ശംസുൽ ഉലമായുടെ കൂടെ ഒരുപാട് മജ്ലിസുകളിൽ 1, 2, 3 ഒന്നല്ല, ദിവസങ്ങളോളം അവരിരുന്ന മജ്ലിസുകൾ. അതാണ് രണ്ടിനും സാക്ഷിയാണ് അവർ. ഇന്നാ അർസൽനാക ഷാഹിദൻ, എല്ലാ സംഭവത്തിനും സാക്ഷിയാണ്. നിങ്ങളെ മർക്കസിന്റെ 1ാമത്തെ വാർഷിക സമ്മേളനത്തിന് വരെ അബൂബക്കർ മുസ്ലിയാർ പോയി ക്ഷണിച്ചു വരുത്തിയ മഹാനാണവര്. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? സ്റ്റേജ് പൊളിഞ്ഞാടിയ ഒരു സമ്മേളനല്ലേ? ഓർത്തു നോക്കി. അന്ന് നിങ്ങൾ നോക്കാം, സ്റ്റേജിൽ പോലും പോകില്ലല്ലോ, അത് പൊളിഞ്ഞാടാനുള്ളതല്ലേ. അപ്പൊ ശംസുൽ ഉലമയുടെ കൂടെയുള്ള ഫോട്ടോ, ചെറുശ്ശേരി ഉസ്താദ് വിനയത്തോടെ വന്നിരിക്കുന്നത്, ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇരിക്കുന്നത്, പാണക്കാട് സാദാത്യങ്ങൾ ഇരിക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെ ഫോട്ടോ വിടല ഓല പണി. ഓല അത് വരുമ്പോ ഫോട്ടോ എടുക്കും. ഇത് അവിചാരിതമായിട്ട് എന്തോന്നല്ല, അബൂബക്കർ മുസ്ലിയാരെ ഇരുത്തിയിട്ട് ഇത് വീഡിയോ ചെയ്യാണ്, നല്ല നിലക്ക് നിന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് പറയേണ്ടി വരും, ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെ പരിപാടി. ഇവിടെ ഒന്നും അവ്യക്തമായിട്ടൊന്നുമില്ല. കാരണം അങ്ങനെയൊക്കെ പാലിച്ച് വരുന്ന പോലെ വന്നാൽ മതിയല്ലോ. അവിടെ ആളില്ലാത്ത കുഴപ്പമുണ്ടോ? ആളുകളെ മുഴുവൻ സ്വീകരിക്കുന്ന പരിപാടി അവിടെ അല്ലല്ലോ. പോയി എത്തിപ്പെട്ട് നല്ലൽക്ക് നിന്ന ഓൽക്ക് നന്നായി. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ആ പറഞ്ഞ കാര്യം അവര് പറഞ്ഞു കൊടുത്ത് നിറവേറ്റാൻ കഴിഞ്ഞില്ല. അതിനാര് തടസ്സായി? മകനും ശിഷ്യനും. അതുകൊണ്ട് മൂപ്പർക്ക് നഷ്ടം, പറഞ്ഞു കൊടുത്ത ഓൽക്ക് എന്താ നഷ്ടം? ദീനുകൾ നോക്കണം എന്ന് മടവൂർ ശൈഖുന ഒരാളോട് പറഞ്ഞാൽ ആ പറയപ്പെട്ട ആൾ അതിനനുസരിച്ച് നിൽക്കണം. നിന്നില്ലെങ്കിൽ ആർക്കാ കുഴപ്പം? ഇവർക്ക് കുഴപ്പം. ശൈഖുനാക്ക് എന്താ പ്രശ്നം? അപ്പൊ ഞാൻ പറയുന്നത്, സാധാരണക്കാരായ നമ്മള് ഏതെങ്കിലും പണ്ഡിത വേഷം കെട്ടി വന്ന് വല്ല ആളുകളും മശായിഖന്മാരെ കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോ നമ്മൾ അതിൽ പെട്ടുപോകണ്ട. ഇതാ പെട്ടാപ്പതാവസ്ഥ. എന്നെ വിളിച്ച് കരഞ്ഞവരുണ്ട്, പൊട്ടി കരഞ്ഞവരുണ്ട്. ഉസ്താദേ,
അന്ന് പൊന്മള എന്നല്ല പ്രയോഗിച്ച ലഫ്ള് നമ്മുടെ പറയണില്ല, സജീവ സംഘടനക്കാരാ വിളിച്ചു പറഞ്ഞത്. അയാൾ പറഞ്ഞത് കേട്ട് അവരെ ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. കാന്തപുരം ഉസ്താദ് അവരുടെ ഭാഷയിൽ ഇരിക്കുന്നത് കണ്ട് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ആ രാത്രിയിൽ ഉറങ്ങാൻ നോക്കിയിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആദ്യം ഫോട്ടോ വന്ന ദിവസം കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്നാണ്. എങ്ങനെ ഉറക്കു വരാനാ? കുറ്റം പറഞ്ഞ ആ മഹത്തായ സവിധം അവിടെ പോയിരിക്കല്ലേ.